ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ വയനാട്ടിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. 200-ന് മുകളിൽ ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞു. 200-ന് മുകളിൽ ആൾക്കാരെ കാണുവാനില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സങ്കടകരമായുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരുപാട് സഹായഹസ്തങ്ങൾ അവിടേക്ക് നമ്മുടെ സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് പേര് അവിടെ ഈ സഹായഹസ്തങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമ്മളും അതുപോലെ തന്നെ നമ്മളാവുന്ന രീതിയിൽ നമ്മളും സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഒരു സീരീസ് സോണി ലീവ് വഴി ഒരു സീരീസ് റിലീസ് ചെയ്തു. ആ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബൃന്ദ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. നമ്മുടെ തൃശ്യാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. തെലുങ്ക് സീരീസാണ്. തൃശ്ശയെ കൂടാതെ നമ്മുടെ ഇന്ദ്രജിത് സുകുമാർ ഉണ്ട്, രവീന്ദ്ര വിജയ് ഉണ്ട്. ഇവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തെലുങ്ക് സീരീസ് ആണെങ്കിൽ കൂടി തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് സോണി ലീവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഉള്ളത്. ഏകദേശം 35-40 മിനിറ്റുകൾ അടങ്ങുന്ന ഏവറേജ് ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണുള്ളത്. 5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ തൃശ്ശ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. ആ ഒരു സ്റ്റേഷനിൽ ആ സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അവിടെയുള്ള ഒരു പുഴയിൽ ഒരു മൃതദേഹം കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ സ്റ്റേഷനിലെ CI അത് തെളിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും. അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാകില്ല ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ തൃശ്ശ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതിൻ്റെ പിറകെ പോകുന്നതും അതേപോലെ തന്നെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതും അതൊരു സീരിയൽ കൊലപാതകമാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഈ സീരിയൽ കൊലപാതകി ആര്, ഈ സീരിയൽ കൊലപാതകിയുടെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. 8 എപ്പിസോഡ് അടങ്ങുന്ന ഒരു സീരീസാണ് ബൃന്ദ എന്ന് പറഞ്ഞൊരു സീരീസ്. അതിനെ കൂടെ നമ്മളെ തൃശ്ശ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒക്കെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏവറേജ് അനുഭവമാണ് ഈ ഒരു സീരീസ് മൊത്തത്തിൽ എനിക്ക് സമ്മാനിച്ചതെന്നുള്ളതാണ്. പെർഫോമൻസ് എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഞാൻ പറഞ്ഞു, പെർഫോമൻസ് അടിപൊളിയായിരുന്നു പറഞ്ഞു. ടെക്നിക്കൽ സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ സൈഡിൽ സൂപ്പറായിരുന്നു. പക്ഷേ ആ കളർ ഗ്രേഡ്, ആ ഒരു സീരീസിൻ്റെ കളർ ഗ്രേഡ് എനിക്ക് വലിയൊരു ലൈക്കായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ആ ഒരു കളർ ഗ്രേഡ് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഫ്ലാഷ് ബാക്ക് രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി കുഴപ്പമില്ലായിരുന്നു, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും എന്തൊക്കെയോ പോരായ്മകളുണ്ട് സീരീസുകളുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 8 എപ്പിസോഡ്, ഞാൻ പറഞ്ഞ 8 എപ്പിസോഡുകളുള്ളത്. ആദ്യത്തെ 4 എപ്പിസോഡ് നല്ല സ്പീഡായിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് ആദ്യത്തെ 4 എപ്പിസോഡ് പോകുന്നുണ്ട്. പിന്നീടുള്ളത് 5-ാമത്തെ എപ്പിസോഡും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 6, 7, 8 എപ്പിസോഡുകൾ എന്താ പറയുക വലിയൊരു ലൈക്കായില്ല എന്നുള്ളതാണ്. പ്രഡിക്റ്റബിളാണ്, സ്റ്റോറി കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റബിളാണ്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ള സംഭവങ്ങളൊക്കെ അവർ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പക്ഷേ അതൊരു നമുക്ക് മനസ്സിലാതെ പ്രിഡിക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നം. തിരക്കഥയിൽ കുറച്ചുകൂടി പാളിച്ചകൾ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഒന്നുകൂടി നന്നാക്കി ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ പ്ലോട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നതാണ്. വേറെ കുറേ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട് ഈ സീരീസിൽ. ഈ മതം, ജാതി, ദൈവം അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ ഇതിനു മുമ്പേ വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അത് എടുത്ത് മേക്ക് ചെയ്തത് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തൊക്കെയോ ചോദിച്ചിട്ടുകളും അതുപോലെ തന്നെ എന്താ പറയുക ലോജിക്കില്ലായ്മകളും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാനൊരു പ്രതീക്ഷയോട് കാത്തിരുന്ന ഒരു സീരീസായിരുന്നു ബൃന്ദ എന്നൊരു സീരീസ്. പക്ഷേ എനിക്ക് ഈ ഒരു സീരീസ് ഒരു ഏവറേജ് അനുഭവമാണ് സമ്മാനിച്ചതെന്നുള്ളതാണ്. ആദ്യത്തെ 4 എപ്പിസോഡ് ഒരു എബോ ആവറേജ്, ലാസ്റ്റ് 4 എപ്പിസോഡ് ഒരു ബിലോ ആവറേജ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസിൻ്റെ മൊത്തത്തിലുള്ള കിടപ്പ് എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളെന്തായാലും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ മലയാളം ഡബ്ഡ് വേർഷനും ഇടയ്ക്ക് തമിഴ് ഡബ്ഡ് വേർഷൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കണ്ടത്. എനിക്ക് 2 ഡബ്ബിങ്ങും എന്താ പറയുക
ഒരു ഓക്കെ ഫീലാണ് സമ്മാനിച്ചതുള്ളതാണ്. ഡബ്ബിങ് ഒരു ഓക്കെ ഫീലാണ് സമ്മാനിച്ചതുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡബ്ബിങ് കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഈ ഇന്ദ്രജിത് സുകുമാറിൻ്റെ സൗണ്ടൊന്നും അല്ല ഇന്ദ്രജിത് സുകുമാറിന് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ സൗണ്ട് നമുക്ക് അത്രയും പരിചിതമായതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. സോണി ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 എപ്പിസോഡുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രകാശിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും